عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനുഷ്യരായ നാം ചുറ്റുപാടിൽ ദിനേന ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുരന്തങ്ങൾ കാണുമ്പോഴും ദുരന്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതം ദുരന്തമാകണം എന്ന് നാം ആഗ്രഹിക്കാറില്ല. പ്രതീക്ഷിക്കാത്ത, നനച്ചിരിക്കാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരാറുണ്ട്. എത്രയോ ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മുടെയൊക്കെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. 1000 പ്രതീക്ഷകളുമായി പ്രവാസ ലോകത്ത് നിന്ന് തങ്ങളുടെ കുടുംബത്തിലേക്ക് വീട്ടുകാരെ കാണാൻ, സുഹൃത്തുക്കളെ കാണാൻ, മാതാപിതാക്കളോട് ഒരൽപ്പകാലം ചെലവഴിക്കാൻ ഒരുപാട് പ്രതീക്ഷകളുമായി കടന്നു വന്ന നമ്മുടെ സഹോദരങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനിടയിൽ കത്തിച്ചാമ്പലായി ഒരു മഹാദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അവരാരും പ്രതീക്ഷിച്ചിട്ടല്ല, അവരാരും ആഗ്രഹിച്ചിട്ടല്ല അവരുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം കടന്നു വന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരുന്നത്. ഈ ലോകത്ത് നമ്മുടെ ജീവിതം ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് എങ്കിൽ അവിടെ നമ്മളെ സഹായിക്കാനും അവിടെ നമ്മളെ രക്ഷപ്പെടുത്താനും നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം ആളുകളുണ്ട്, എത്രയോ സംഘടനകളുണ്ട്. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, കേസിൽ അകപ്പെട്ടു പോയ ആളുകളെ സംരക്ഷിക്കാൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ, ഏത് മേഖലകളെടുത്ത് നാം പരിശോധിച്ചു നോക്കിയാലും ദുരന്തങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനും ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാളെ പരലോകത്ത്, നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മുടെ ജീവിതം ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് എങ്കിൽ അവിടെ നമ്മളെ സഹായിക്കാനും അവിടെ നമ്മളെ രക്ഷപ്പെടുത്താനും ആരുമുണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകൾ വായിച്ച ആളുകളാണ് നമ്മൾ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നന്മയുടെ മഹാസംഗമത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾ വഴിതെറ്റാതിരിക്കാൻ, ആ വിദ്യാർത്ഥികൾ റോഡ് മാറി സഞ്ചരിക്കാതിരിക്കാൻ ഇതിന്റെ സംഘാടകർ ഓരോ മുക്കുകളിലും കവലകളിലും അവർക്കുള്ള ദിശാ ബോർഡുകൾ, അവർക്കുള്ള മുന്നറിയിപ്പിന്റെ ബോർഡുകൾ, ഏതാണ് വഴിയെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതേപോലെയുള്ള സൈൻ ബോർഡുകൾ, മുന്നറിയിപ്പിന്റെ ബോർഡുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. വഴിതെറ്റി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടവരും അത് മനസ്സിലാക്കിയ ആളുകളുമാണ് നമ്മൾ. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളുണ്ട്, എവിടെയും മുന്നറിയിപ്പുകളുണ്ട്. സഹോദരങ്ങളെ, പരലോകത്ത് നമ്മുടെ ജീവിതം ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെടാതിരിക്കുവാനുള്ള മുന്നറിയിപ്പുകളുമായി കൊണ്ടാണ് പടച്ചതമ്പുരാന്റെ പ്രവാചകന്മാർ കടന്നു വന്നത്. റുസുലൻ മുബശ്ശിരീന വ മുൻദിരീൻ, വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശം നാം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് നമ്മുടെ ജീവിതം ദുരന്തമായിരിക്കും. പരലോകത്ത് നമ്മൾ ആ ജീവിതത്തെ മുന്നിൽ കാണുമ്പോൾ ആരും നമ്മളെ സഹായത്തിനുണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് അവിടെ നമ്മൾ ഒറ്റക്കായിരിക്കുമെന്നാണ്. അവിടെ സഹായിക്കാനോ സംരക്ഷിക്കുവാനോ നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാനോ ആരുമുണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം
വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലൂടെ പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തി. നമ്മളെല്ലാവരും ഒറ്റക്കായിരിക്കും, തനിച്ചായിരിക്കും അവിടെ കടന്നു വരിക. അതുകൊണ്ട് ആ ദുരന്തത്തിലേക്ക് നടന്നു പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തെ, ഈ ലോകത്തുള്ള സമൂഹത്തെ നന്മയിലേക്ക് വിളിക്കാൻ, അവരെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ ജീവിതം ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെടാതിരിക്കാൻ MSM എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ പ്രോഗ്രാമാണ് പ്രോഫ്കോൺ എന്ന് പറയുന്ന ഈ മഹാസംഗമം. വിദ്യാർത്ഥി സമൂഹം ദുരന്തത്തിൽ അകപ്പെടരുത്, നാളെ അവരുടെ ജീവിതം ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെടരുത്, അതിനുവേണ്ടിയാണ് പ്രോഫ്കോൺ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദുരന്തമാകാതിരിക്കാൻ നമ്മുടെ സുട്ടാവിനെ നാം അറിയേണ്ടതുണ്ട്, നമ്മുടെ പ്രവാചകനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വരുന്ന 3 ദിവസങ്ങൾ, ഈ 3 ദിവസങ്ങളിൽ ഇവിടെ നടക്കാൻ പോകുന്നത് രാജാതിരാജനായ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാന്റെ കലാമിനെ കുറിച്ചുള്ള, പടച്ചതമ്പുരാന്റെ ആയത്തുകളെ കുറിച്ചുള്ള സംസാരങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റബ്ബിറക്കിയ റബ്ബ് അവന്റെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത ആ കലാമ് കേൾക്കുവാൻ ശാന്തമായ മനസ്സോടെ പ്രതീക്ഷയോടുകൂടെ ഈ സംഗമത്തിന് സാക്ഷികളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുടെ വിശദീകരണമാണ്. ഇതിന്റെ സംഘാടകരുടെ വിശദീകരണങ്ങളല്ല. അവരുടെ വകയായിക്കൊണ്ട് ഇവിടെ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യമല്ല. റബ്ബിന്റെ കലാമും റബ്ബിന്റെ പ്രവാചകന്റെ വാക്കുകളുമാണ് ഇവിടെ നിന്ന് പ്രവഹിക്കാൻ ആരംഭിക്കുന്നത്. അത് ഏറ്റെടുക്കാൻ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളുമുള്ള ആളുകളാണ് നമ്മൾ. തിരക്കിലാണ് നമ്മൾ. ഭൗതികമായി ഒരുപാട് വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ചില സന്ദർഭങ്ങളിലാണ്, ചില സാഹചര്യങ്ങളിലാണ് ദീനിനെ കുറിച്ച് പഠിക്കാൻ, ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ചുരുങ്ങിയ ചില അവസരങ്ങളാണ് പല ആളുകൾക്കും ലഭിച്ചിട്ടുള്ളത്. എന്നാൽ 3 ദിവസം തുടർച്ചയായി റബ്ബിനെ കുറിച്ചും അവന്റെ പ്രവാചകനെ കുറിച്ചും മതത്തെക്കുറിച്ചും കേൾക്കാൻ പോവുകയാണ്. ഇത് ഉപയോഗപ്പെടുത്തണം. ഇതൊരവസരമാണ്. ഇങ്ങനെ ഒരു അവസരം ഒരുപക്ഷെ ഇനി നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ ധന്യമായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് കേൾക്കുന്ന ആയത്തുകൾ, ഹദീത്തുകൾ അത് എഴുതി വെക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പരിശ്രമിക്കേണ്ടതുണ്ട്. മരുഭൂമിയിലൂടെ ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ ആ വാഹനത്തിന്റെ അടയാളങ്ങൾ നമുക്ക് പിറകെ വരുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. നിറഞ്ഞു നിൽക്കുന്ന വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു കല്ലെറിഞ്ഞാൽ അതിന്റെ ഓളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അതിവിശാലമായ ഭൂമിയിൽ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുകയാണ്. ആ ജീവിതം അവസാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തടയാളമാണ് സഹോദരങ്ങളെ നമ്മൾ ബാക്കി വച്ചിട്ടുള്ളത്? ആലോചിക്കേണ്ട വിഷയമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി നന്മയാകുന്ന എന്തെന്തടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് പരിശോധിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഗുഹയിൽ അകപ്പെട്ടുപോയ 3 ആളുകളുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ആ ഗുഹയിൽ അകപ്പെട്ടുപോയ ആളുകൾ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്തത് അവരുടെ ഇന്നലകളിൽ അവർ ചെയ്ത നന്മകളാണ്. പ്രിയപ്പെട്ടവരെ, നാളെ നിങ്ങളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ, നാളെ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ, ആ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ, ആ വേദനയുടെ സാഹചര്യത്തിൽ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, നമുക്ക് പറയാൻ കഴിയണം, റബ്ബേ, ഫെബ്രുവരി മാസത്തിലെ 13, 14, 15 തീയതികളിൽ നിന്റെ കലാമിനെ കുറിച്ച് കേൾക്കാൻ, നിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ, നിന്റെ മതം മനസ്സിലാക്കാൻ ഞങ്ങൾ സംഗമിച്ചിരുന്നു നാഥ. അതൊരു നന്മയായിരുന്നു നാഥ. ആ നന്മയെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവാനുള്ള സാഹചര്യം ആത്മാർത്ഥമായി ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. വലിയ പ്രതിഫലം ലഭിക്കുന്ന, വലിയ പുണ്യം ലഭിക്കുന്ന ഈ സന്ദർഭത്തെയും സാഹചര്യത്തെയും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. ദുരന്തമാകാതെ പരലോകത്ത് രക്ഷപ്പെടുന്ന, പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക. പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.